ഹലോ, നമസ്കാരം. എൻ്റെ പുതിയ മാറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വേർത്ത് ഞാനിപ്പോൾ ദുബായ് വാട്ടർ കനാലിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഫുൾ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ മാറ്റർ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ 2 ദിവസം മുന്നേ ഇട്ടിരുന്ന ഉണ്ണിമുകുന്ദൻ്റെ ഇഷ്യൂ. എന്തുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനോട് ഇത്രയും ദേഷ്യം? വിപിൻ എന്ന മാനേജർക്ക് എന്തുകൊണ്ടാണ് ഉണ്ണിമുകുന്ദനോട് ദേഷ്യം? എന്തായിരുന്നു അവിടെ? എന്തുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ അടിച്ചു എന്ന് പറയുന്ന റീസൺ, അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ദാറ്റ് മീൻസ്, ഇന്നലെ ഉണ്ടായ സബ്ജക്റ്റ്, ഈ ഫിലിം ഫെഡറേഷൻ ടീം എറണാകുളത്ത് ബാബുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉണ്ണിമുകുന്ദനെയും അതുപോലെ തന്നെ വിപിനെയും ഒരുമിച്ച് ഇരുത്തി ഒരു 1-2 hour ഡിസ്കഷൻ ഉണ്ടായിരുന്നു, കോംപ്രമൈസ്. അവിടെ ആ കോംപ്രമൈസ് ഏകദേശം സക്സസ്സായി എന്ന് തന്നെ പറയാം. എന്തെന്ന് വെച്ചാൽ, ഉണ്ണിമുകുന്ദൻ അടിച്ചു എന്നുള്ളത് പച്ചക്കള്ളമാണ് എന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 2 മണിക്കൂറിലെ ആ ഒരു ഡിസ്കഷൻ മീറ്റിംഗ്, അതിനുശേഷം ഈ വിപിൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഉണ്ണിമുകുന്ദൻ മാപ്പ് പറഞ്ഞു എന്ന്. അത് ശരിക്കും വാസ്തവവിരുദ്ധമായ ഒരു കാര്യമായിരുന്നു. ഉണ്ണിമുകുന്ദൻ ഒരിക്കലും വിപിനോട് അപ്പോളജൈസ് ചെയ്തിട്ടില്ല. അത് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ വിപിൻ എന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായനായി നിന്നുണ്ടാവും ആ മീറ്റിങ്ങിൽ. കാരണം ആൾ പറയുന്നത് എല്ലാതും ഫുള്ള് നുണയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വിപിൻ എന്ന വ്യക്തിക്ക് വേറെ ഓപ്ഷനില്ല. കാരണം ആളത് അക്സെപ്റ്റ് ചെയ്തു. ആ മീറ്റിംഗ് അത് കോംപ്രമൈസ് ചെയ്തു. ഇല്ലെങ്കിൽ അത് കേസായി ഉണ്ണിമുകുന്ദനെയും വിപിനെയും 2 പേർക്കും ആ കേസ് ഇങ്ങനെ പോകും. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ 2 കൂട്ടർക്കും ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. എന്തായാലും ഈ വിപിൻ എന്ന വ്യക്തിയുടെ കാര്യം ഏകദേശം പോയി കെട്ടമട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് ഇനി പുതിയ ആളുടെ ജോബ് തന്നെ ആകെ വെള്ളത്തിലായ പോലെ ആയിരിക്കും. കാരണം ഈ മാനേജർ ആയതുകൊണ്ട് മാത്രമല്ല, ഇനി വേറെ ഏതെങ്കിലും സിനിമ നടന്മാരുടെ മാനേജർ ആവാൻ പോയാലും ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫുൾ റിസ്ക് ആയിരിക്കും ആൾക്ക്. അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ണിമുകുന്ദൻ അപ്പോളജൈസ് ചെയ്തു എന്ന് പറയുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു സബ്ജക്റ്റ് ഇനി അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. കാരണം ഇത് ഇനി വിപിൻ എന്ന വ്യക്തിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്ക് ഇനി ഇതുമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഉണ്ണിമുകുന്ദൻ്റെ പേരിൽ ഇനി പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ആൾക്ക് ഇനി ആളുടെ സിനിമകൾ ഇനി വിജയമാകട്ടെ എന്നത് ഞാൻ ആശംസിക്കുന്നു. കാരണം നല്ല കഴിവുള്ള നടന്മാർ നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ട്. എന്നാലും കുറച്ച് പേർ മാത്രമേ അതിൽ സക്സസ് ആവുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പല വ്യക്തികൾക്കും ഇതിൽ സിനിമ ഇൻഡസ്ട്രിയിൽ
വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇത്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേറെ ഒരു മാറ്ററിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ.